നമസ്കാരം. മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ആൻഡി ബെർൺഹാമിന് തിരിച്ചടി. MP സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് ലേബർ പാർട്ടി വിലക്കേർപ്പെടുത്തി. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെർൺഹാമിന് MP സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ലേബർ പാർട്ടി അനുമതി നിഷേധിച്ചു. ഗോർട്ടൺ ആൻഡ് ഡെൻറ്റൺ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തള്ളുകയായിരുന്നു. നിലവിൽ മേയർ സ്ഥാനത്തുള്ളതിനാൽ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പ്രത്യേക അനുമതി ആവശ്യമായിരുന്നു. പുതിയ മേയറെ തിരഞ്ഞെടുക്കുന്നത് പാർട്ടിക്കും ഖജനാവിനും അധിക ചിലവുണ്ടാക്കുമെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്ന കാരണം. എന്നാൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള നേതാവാണ് ബെർൺഹാം എന്ന വിലയിരുത്തലാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇത് പാർട്ടിയുടെ വിഭാഗീയത വീണ്ടും പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ്. മുതിർന്ന നേതാവ് ജോൺ മാക്ഡൊണൽ ഈ തീരുമാനത്തെ രൂക്ഷമായി വിമർശിക്കുകയും നേതൃത്വത്തിന്റെ ഭീരുത്വമാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് ആരോപിക്കുകയും ചെയ്തു. നിരാശയുണ്ടെങ്കിലും ഗ്രേറ്റർ മാഞ്ചസ്റ്ററിന്റെ വികസനത്തിനായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് ബെർൺഹാം പ്രതികരിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാൽ MP സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്റ്റാർമർ തന്റെ അധികാരം ഉറപ്പാക്കാനാണ് എതിരാളിയെ വെട്ടിനിർത്തുന്നതെന്നും വിമർശനമുണ്ട്. ബ്രിട്ടനിലെ പോലീസ് സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റം. FBI മാതൃകയിൽ നാഷണൽ പോലീസ് സർവീസ് രൂപീകരിക്കുന്നു. ബ്രിട്ടനിലെ പോലീസ് സംവിധാനത്തിൽ അമേരിക്കൻ FBIയുടെ മാതൃകയിൽ നാഷണൽ പോലീസ് സർവീസ് രൂപീകരിക്കുന്നു. ഭീകരവാദം, സാമ്പത്തിക തട്ടിപ്പുകൾ, സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ അന്വേഷണം ഇനി ഈ ദേശീയ ഏജൻസിയുടെ കീഴിലായിരിക്കും. നിലവിലുള്ള നാഷണൽ ക്രൈം ഏജൻസി, റീജിയണൽ ഓർഗനൈസ്ഡ് ക്രൈം യൂണിറ്റുകൾ എന്നിവയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. രാജ്യം മുഴുവൻ ഫേഷ്യൽ റെക്കഗ്നിഷൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കാനും NPS നേതൃത്വം നൽകും. നിലവിലെ 43 പോലീസ് സേനകളെ 12 മെഗാ സേനകളായി ചുരുക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത പ്രാക്ടീസ് ലൈസൻസ് ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട്. വലിയ കുറ്റകൃത്യങ്ങളുടെ ഭാരം NPS ഏറ്റെടുക്കുന്നതോടെ ലോക്കൽ പോലീസിന് ഷോപ്പ് ലിഫ്റ്റിംഗ്, സാമൂഹിക വിരുദ്ധ പെരുമാറ്റം തുടങ്ങിയ ദൈനംദിന കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. എന്നാൽ ഈ കേന്ദ്രീകൃത മാറ്റങ്ങൾ പ്രാദേശിക പോലീസിംഗിനെ ദുർബലപ്പെടുത്തുമെന്ന് പ്രതിപക്ഷവും പോലീസ് സംഘടനകളും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഷബാന മഹ്മൂദാണ് ഈ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ക്രൗബറോ ട്രെയിനിംഗ് ക്യാമ്പിന് മുന്നിൽ പ്രതിഷേധം. 3 പേർ അറസ്റ്റിൽ. ഈസ്റ്റ് സസെക്സിലെ ക്രൗബറോ ട്രെയിനിംഗ് ക്യാമ്പിന് മുന്നിൽ നടന്ന പ്രതിഷേധങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്ന് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഭയാർത്ഥികളെ താമസിപ്പിക്കുന്ന ഈ കേന്ദ്രത്തിന് മുന്നിൽ നടന്ന 2 വ്യത്യസ്ത സംഭവങ്ങളിലായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ക്രൗബറോയിൽ നിന്നുള്ള 36 വയസ്സുകാരൻ, 62 വയസ്സുള്ള ഒരു സ്ത്രീ, ന്യൂ ഹേവനിൽ 54 വയസ്സുകാരൻ എന്നിവരാണ് പബ്ലിക് ഓർഡർ ആക്ട് പ്രകാരം പിടിയിലായത്. നിലവിൽ 27ഓളം പേർ താമസിക്കുന്ന ഈ ക്യാമ്പിൽ 500 പേരെ വരെ താമസിപ്പിക്കാനാണ് ഹോം ഓഫീസ് ലക്ഷ്യമിടുന്നത്. ഹോട്ടലുകളിൽ അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് സൈനിക കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നത്. സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധം പിന്നീട് അക്രമാസക്തമായിരുന്നുവെന്ന് സസെക്സ് പോലീസ് അറിയിച്ചു. ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്ന ഒരു വാഹനത്തിന് നേരെ 3 പേർ ഭീഷണി മുഴക്കുകയും തടസ്സം സൃഷ്ടിക്കുകയും വാഹനം അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്ഥലത്തെ താമസക്കാരും പ്രാദേശിക കൗൺസിലും ഈ നീക്കത്തിനെതിരെ രംഗത്തുണ്ട്. അഭയാർത്ഥികളെ ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കേണ്ടത് രാജ്യത്തിന് അത്യാവശ്യമാണെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി. ബ്രിട്ടന്റെ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് ഇന്ത്യൻ വംശജൻ വരുൺ ചന്ദ്ര ചുക്കാൻ പിടിക്കുന്നു. ബ്രിട്ടന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യൻ വംശജനായ വരുൺ ചന്ദ്രയെ നിയോഗിച്ചു. ഏകദേശം 330 ബില്യൺ പൗണ്ട് മൂല്യമുള്ള വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ളത്. സെപ്റ്റംബറിൽ ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടൻ സന്ദർശിച്ചപ്പോൾ $10 ബില്യൺ മൂല്യമുള്ള കരാറുകൾ ഉറപ്പാക്കുന്നതിൽ വരുൺ ചന്ദ്ര നിർണായക പങ്ക് വഹിച്ചിരുന്നു. നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ ജനിച്ച വരുൺ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഫിലോസഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് എന്നിവയിൽ ബിരുദം നേടി. അദ്ദേഹം ലേമാൻ ബ്രദേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ഉപദേഷ്ടാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഹക്ലൂയിറ്റ് എന്ന സ്ട്രാറ്റജിക് അഡ്വൈസറി സ്ഥാപനത്തിന്റെ ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2024 മുതൽ പ്രധാനമന്ത്രിയുടെ ബിസിനസ് ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്ന വരുൺ പുതിയ നിയമനത്തോട് അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായും ബിസിനസ് പ്രമുഖരുമായും നേരിട്ട് ചർച്ചകൾ നടത്തും. അമേരിക്കയുടെ പുതിയ താരിഫ് നയങ്ങളും ഗ്രീൻലാൻഡ് വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരിഹരിക്കാൻ വരുൺ ചന്ദ്രയുടെ നയതന്ത്ര വൈദഗ്ധ്യം സഹായിക്കുമെന്നാണ് സ്റ്റാർമർ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ബിരുദധാരികൾക്കിടയിൽ ആനുകൂല്യങ്ങൾ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. 7 ലക്ഷം പേർ തൊഴിൽ രഹിതരായി.
ബിരുദധാരികളായ ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി സർക്കാർ ആനുകൂല്യങ്ങളെ ആശ്രയിക്കുന്നതായി റിപ്പോർട്ട്. സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ വർഷാവസാനം 7,07,000 ബിരുദധാരികൾ ഒന്നോ അതിലധികമോ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിച്ചതായാണ് കണ്ടെത്തിയത്. ഇത് 2019 ലോക്ക്ഡൌണിന് മുമ്പുള്ളതിനേക്കാൾ 46% വർധനവാണ്. ഇതിൽ ഇരട്ടിയോളം പേർ ആരോഗ്യപരമായ കാരണങ്ങളാൽ ജോലിക്ക് പോകാൻ കഴിയില്ലെന്ന് വാദിക്കുന്നു. ബിരുദമെടുത്തിട്ടും തൊഴിൽ വിപണിയിൽ ആവശ്യമായ കഴിവുകളില്ലാത്തതിനാലാണ് പലർക്കും ജോലി ലഭിക്കാത്തതെന്നും ഇത് മിക്കി മൗസ് ഡിഗ്രികൾ മൂലമാണെന്നും CSJ കുറ്റപ്പെടുത്തുന്നു. പഠനം പലപ്പോഴും കടക്കണിയിലാക്കുകയും വരുമാന സാധ്യത വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു. ബിരുദം നേടുന്നതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള അപ്രന്റീസ്ഷിപ്പുകൾ കൂടുതൽ വരുമാനം നേടുന്നതായും പഠനം വെളിപ്പെടുത്തുന്നു. തൊഴിൽ വിപണിയിലെ മത്സരം പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ഇത് മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെന്നും വിലയിരുത്തലുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ NHS കമ്മ്യൂണിറ്റി കെയറിനായി കാത്തിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. ഇംഗ്ലണ്ടിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് കേൾവി, സംസാരം, വൈകല്യ പിന്തുണ തുടങ്ങിയ NHS കമ്മ്യൂണിറ്റി പരിചരണത്തിനായി 1 വർഷത്തിലേറെയായി കാത്തിരിക്കേണ്ടി വരുന്നു. കാത്തിരിപ്പ് പട്ടികയിലുള്ള 3 ലക്ഷം കുട്ടികളിൽ 4 പേർക്ക് 12 മാസത്തിലേറെ ചികിത്സ ലഭിച്ചിട്ടില്ല. ഈ കാലതാമസം കുട്ടികളുടെ ആരോഗ്യത്തെയും വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് NHS നേതാക്കളും ഡോക്ടർമാരും പറയുന്നു. ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാൻ ചെയ്യുന്നത് പോലെ ഈ കമ്മ്യൂണിറ്റി സേവനങ്ങളിലെ കാലതാമസം പരിഹരിക്കാൻ മുൻഗണന നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. സർക്കാർ ഈ കാത്തിരിപ്പ് കാലതാമസം അംഗീകരിക്കുന്നുണ്ടെങ്കിലും 10 വർഷത്തെ പദ്ധതിയിലൂടെ കമ്മ്യൂണിറ്റി സേവനങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. സംസാര വൈകല്യമുള്ള അരുൺ എന്ന 6 വയസ്സുകാരന് 2 വർഷത്തോളം NHS സേവനം ലഭിക്കാതെ വന്നപ്പോൾ സ്വകാര്യമായി ചികിത്സ നൽകേണ്ടി വന്നതിൻ്റെ അനുഭവം ഒരു മാതാവ് പങ്കുവച്ചു. കൃത്യസമയത്തുള്ള ഇടപെടൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് നിർണായകമാണെന്നും അവരുടെ ഭാവിക്ക് അത്യാവശ്യമാണെന്നും വിദഗ്ധർ പറയുന്നു. അനധികൃത ഡെലിവറി ഡ്രൈവർമാർ UK ഹോട്ട്സ്പോട്ടുകൾ പുറത്ത്. ദക്ഷിണ ലണ്ടനിൽ വ്യാപകം. ദേശീയ തലത്തിൽ നടന്ന ഓപ്പറേഷൻ ഈക്വലൈസ് നടപടിയിലൂടെ വീണ്ടെടുത്ത കണക്കുകൾ പ്രകാരം UK അനധികൃതമായി ജോലി ചെയ്യുന്ന ഡെലിവറി ഡ്രൈവർമാരിൽ 1/3 ദക്ഷിണ ലണ്ടനിലാണ് അറസ്റ്റിലായത്. നവംബറിൽ 7 ദിവസത്തിനിടെ നടന്ന റെയ്ഡിൽ 171 ഡെലിവറി റൈഡർമാരെ നിയമവിരുദ്ധമായി ജോലി ചെയ്തതിന് അറസ്റ്റ് ചെയ്തു. ഇതിൽ 56 പേർ ദക്ഷിണ ലണ്ടനിൽ നിന്നുള്ളവരായിരുന്നു. സ്കോട്ട്ലൻഡും സെൻട്രൽ ലണ്ടനുമാണ് അറസ്റ്റിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. അറസ്റ്റിലായവരിൽ പകുതിയോളം പേർ ഇന്ത്യൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാരാണ്. ഗിഗ് ഇക്കണോമിയിലെ നിയമവിരുദ്ധമായ തൊഴിൽ തടയുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് ഹോം ഓഫീസ് അറിയിച്ചു. നിയമം കർശനമാക്കുമെന്ന് നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർ അറസ്റ്റിലാവുകയും നാടുകടത്തപ്പെടുകയും ചെയ്യുമെന്നും ബോർഡർ സെക്യൂരിറ്റി മിനിസ്റ്റർ അലക്സ് നോറിസ് വ്യക്തമാക്കി. ഫുഡ് ഡെലിവറി കമ്പനികളായ ഡെലിവറു, ജസ്റ്റ് ഈറ്റ്, ഊബർ ഈറ്റ്സ് എന്നിവയോട് അക്കൗണ്ട് ഷെയറിംഗ് തടയാൻ മുഖം തിരിച്ചറിയൽ പോലുള്ള സംവിധാനങ്ങൾ ശക്തമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 8,000 അനധികൃത തൊഴിലാളികൾ അറസ്റ്റിലായിരുന്നു. ടൂറിസ്റ്റ് വിസ ചെലവ് വർദ്ധിപ്പിക്കുന്നത് ബ്രിട്ടനിലെ പബ്ബുകൾക്ക് തിരിച്ചടിയാകുമെന്ന് മുന്നറിയിപ്പ്. UK ടൂറിസ്റ്റ് വിസകളുടെ ചെലവ് വർദ്ധിപ്പിക്കാനുള്ള ലേബർ സർക്കാരിൻ്റെ നീക്കം രാജ്യത്തെ പബ്ബുകൾക്കും മറ്റ് ഹോസ്പിറ്റാലിറ്റി മേഖലകൾക്കും തിരിച്ചടിയാകുമെന്ന് വ്യവസായ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ £475 ആയിരിക്കുന്ന വിസ ഫീസ് £506 ഉയർത്താനുള്ള തീരുമാനം UK സന്ദർശിക്കുന്നവരുടെ എണ്ണത്തെ സാരമായി ബാധിക്കുമെന്നും ഇത് വിനോദസഞ്ചാരികളുടെ ചെലവ് കുറയ്ക്കുമെന്നും അവർ ഭയക്കുന്നു. ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ചെലവ് വർദ്ധിക്കുന്നതും ഇത് £1.5 ബില്യൺ ടൂറിസ്റ്റ് ചെലവ് ഇല്ലാതാക്കിയേക്കാം. ഇത് പബ്ബുകളെയും റെസ്റ്റോറൻറ്റുകളെയും സാരമായി ബാധിക്കും. വിദേശ വിനോദസഞ്ചാരികൾ രാജ്യത്ത് ചിലവഴിക്കുന്ന തുക രണ്ടാമത്തെ വലിയ സേവന കയറ്റുമതി വരുമാനമാണെന്നും അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും UK ഹോസ്പിറ്റാലിറ്റി മേധാവി കേറ്റ് നിക്കോൾസ് പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ചെലവുകൾക്കിടയിൽ ഈ തീരുമാനം പബ്ബുകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിലയിരുത്തൽ. പല ധനികരും സമൂഹത്തിന് പ്രാധാന്യമുള്ള പബ്ബുകൾ ഏറ്റെടുത്ത് അവ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ ഫോൺ നിരോധിക്കാൻ സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഇംഗ്ലണ്ടിലെ എല്ലാ സ്കൂളുകളിലും മൊബൈൽ ഫോൺ ഉപയോഗം നിരോധിക്കാനുള്ള പുതിയ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ പുറത്തിറക്കി. പാഠ്യേതര സമയങ്ങളിലും ബ്രേക്ക് ടൈമുകളിലും ഫോൺ ഉപയോഗിക്കുന്നത് അനുചിതമാണെന്ന് ബ്രിജിറ്റ് വ്യക്തമാക്കി. നേരത്തെ കൺസർവേറ്റീവ് സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാത്തതിനാലാണ് പുതിയ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നയങ്ങൾ നടപ്പാക്കുന്നത് ഇനി മുതൽ ഓഫ്സ്റ്റഡ് പരിശോധിക്കും.
ഇത് സംബന്ധിച്ച് സ്കൂൾ മേധാവികളുടെ സംഘടനകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ നിരോധനം സ്കൂളുകളിൽ അമിതമായ ഇടപെടലാണെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കുട്ടികൾക്കിടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാനുള്ള 3 മാസത്തെ കൂടിയാലോചനകളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.